മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഒരാണ്ട് തികയാണ്. സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നത് 772 കോടിയാണ് ഇതിനോടകം. അതെ, ചെറിയൊരു തുകയല്ല അത്. അപ്പോൾ അത് 772 കോടി രൂപ വന്നെങ്കിൽ ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ നിർമ്മാണം പൂർത്തിയായത് ഒരു മാതൃകാ വീട് മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പല വിധത്തിലുള്ള നിയമക്കുരുക്കുകളാണ് നിർമ്മാണം വേഗത്തിലാകാതിരിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ദുരന്തത്തിൽ താൽക്കാലിക പുനരധിവാസത്തിന് സൗകര്യമൊരുക്കിയ സർക്കാർ എത്രയും വേഗം സ്ഥിര പുനരധിവാസം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് എല്ലാം മെല്ലെ പോക്കിലാണ്. ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിനായി കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് നിർമ്മാണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ദുരിതബാധിതർക്ക് താൽക്കാലിക താമസത്തിന് വാടകയും ദിവസം 300 രൂപ എന്ന നിരക്കിൽ സർക്കാർ നൽകുന്നുണ്ട്. എന്നാൽ എന്നുവരെ ഇങ്ങനെ ചിതറി കഴിയുമെന്നാണ് ദുരന്തബാധിതർ ചോദിക്കുന്നത്. അവർക്ക് വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്വന്തമായൊരു കെട്ടിടം എന്ന നിലയിലേക്ക്, പലരും ഈ പറഞ്ഞതുപോലെ ലോണൊക്കെ എടുത്ത് വെച്ച വീടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ മുണ്ടക്കൈക്കാരെ പുനരധിവസിക്കുന്നതിലേക്കായി ലോകത്തുള്ള മലയാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമെയ് മറന്ന് നൽകിയത് 772 കോടി രൂപയാണ്. എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിലുണ്ടായ നിയമക്കുരുക്കും കാലാവസ്ഥാ പ്രശ്നങ്ങളുമാണ് വീട് നിർമ്മാണം വൈകുന്നതിന് കാരണമായി സർക്കാർ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.